ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ 4 സീസൺ ലോങ്ങനാണ്. ഇതൊരു 5 വർഷം പ്രായമായ ഒരു ലോങ്ങനാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സൈൻ എടുത്തിട്ട് ഇതിനെ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഡയമണ്ട് റിവർ എന്ന് പറഞ്ഞ ഒരു സീഡ്ലിംഗ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിലെങ്ങനെ നമുക്കത് ഗ്രാഫ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിലെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സൈനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഇളയ സൈനായിട്ട് വരും. ഇതിലിപ്പോൾ ഒരു ചെറിയൊരു കൂമ്പ് വന്നതാണ്. അപ്പോൾ ഈ സാധനമാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതങ്ങോട്ട് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം ഇതിൻ്റെ ലീവ്സൊക്കെ ഒഴിവാക്കി കൊടുക്കണം. നമ്മുടെ എടുത്ത സൈഡിനെ ഒന്ന് സാഫിൽ മുക്കി വെച്ചേക്കാം കേട്ടോ. ഒരു 5 മിനിറ്റോളം നമുക്കതിൽ മുക്കി വെക്കാം. അപ്പോൾ നമ്മുടെ സൈന് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇത്തിരി വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നമുക്കൊന്ന് തുടച്ച് ഒപ്പിക്കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു ഇത് പെട്ടെന്ന് പോയി കിട്ടും. നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഭാഗത്തെ ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്ന റൂട്ട് സ്റ്റോക്ക് കേട്ടോ. ഇതിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് നമുക്ക് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇത് ഒന്ന് വലിഞ്ഞ് ഇതിൻ്റെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി അതൊന്ന് കയറാതിരിക്കാനും ഇതൊന്ന് ചുറ്റി കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇത്രയ്ക്ക് ഞാനൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ റൂട്ട് സ്റ്റോക്ക് നമ്മൾ അങ്ങോട്ട് മുറിക്കുകയാണ്. ഒരു മുറി ഭാഗത്തേക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനൊരു മുറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ നിന്ന് താഴത്തേക്ക് മുറിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തു. നമ്മൾ ഇവിടെയാണ് ഇങ്ങനെ ഇത് അങ്ങോട്ട് ഇറക്കി കൊടുക്കും. ഇവിടെ മുട്ടുന്നുണ്ടാകുന്ന നോക്കുക. ഇതേ പറഞ്ഞ പോലെ മുട്ടിച്ച് ജോയിൻ ചെയ്ത് വെക്കണം, ഒട്ടിയിരിക്കുന്ന പോലെ. സാഫിൻ്റെ വെള്ളമുണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഇതിൽ ഒരു ഹ്യൂമിഡിറ്റിക്കായിട്ട് ഇത്തിരി ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്കിത് മുളച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനത്തിൽ കുറച്ചും കൂടെ ഇതായിട്ട് വരും, ഗ്രീനിഷിലേക്ക് വരും. ഇപ്പോൾ തൽക്കാലം ഇതിനെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ഷെയ്ഡിൽ കൊണ്ടുപോയി വെക്കുക. അധികം വെയിൽ കൊള്ളാത്ത ഷെയ്ഡിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. നമുക്കൊരു 2 ആഴ്ച കഴിഞ്ഞ് ഇതിൻ്റെ അവസ്ഥ എന്താണ് അടുത്ത സ്റ്റേജ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.
സാധനത്തിന് നമ്മുടെ ഇതിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ദൽഹാരി ചാമ്പയുടെ താഴത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അധികം വെയിലൊന്നും കൊള്ളത്തില്ല, നല്ല താഴത്ത് നല്ല ഹ്യൂമിഡിറ്റി കിട്ടുകയും ചെയ്യും.